എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് താരൻ, നമ്മുടെ തലയിലുള്ള താരൻ എങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇല്ലാതാക്കി കളയാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ താരനില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തലയിൽ താരൻ എങ്ങനെ എളുപ്പത്തിന് നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്ത് കളയാം, അതായത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ച് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. എനിക്ക് നല്ല രീതിയിൽ താരനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും എൻ്റെ വീഡിയോയ്ക്ക് കണ്ടന്റിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത് എന്ന്. അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് 90% എൻ്റെ തലയിൽ ഫുൾ താരനാണ് ഗൈസ്. അപ്പോൾ താരൻ നമ്മുടെ തലയിൽ നല്ല രീതിയിൽ താരൻ ഉണ്ടാകുമ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ കറുപ്പ്, പിന്നെ നമ്മുടെ ഫേസിൽ ഈ താരം വന്ന് വീഴുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൊറിയുന്ന സമയത്ത് ഈ പൊടി, ചാരത്തിൻ്റെ പൊടിയൊക്കെ വന്ന് വീഴും നമ്മുടെ ഫേസിലൊക്കെ വരുമ്പം അതും ചെറുതായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം തടയണമെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വരും. സത്യം പറഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ ഇത്രയും മാറ്റം ഉണ്ടാകുമെന്ന് ഞാനിതിനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതായത് ഞങ്ങളുടെ തലയിൽ നല്ല ഡാൻഡ്രഫ് കൊണ്ട് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കഴുത്തിൻ്റെ ബാക്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇപ്പോൾ ഈ ഡാൻഡ്രഫിൻ്റെ പൊടി ഇങ്ങനെ വന്ന് വീണിട്ടാണ് നമ്മുടെ ഫേസിലൊക്കെ അവിടെ ഇവിടെ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം ഒരു 90% ആൾക്കാരും ഇതുപോലെ ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 90% നീരു ഒറ്റ യൂസിൽ തന്നെ മാറ്റം വന്നിട്ടുള്ളതാണ് ഡാൻഡ്രഫ് റിമൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് ഡാൻഡ്രഫിന് എന്നൊന്നേക്ക് തൂത്ത് കളയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മളത് എന്തൊക്കെ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ബൗള് വേണം, പിന്നെ ഒരു സ്പൂൺ വേണം. ഇത് രണ്ടും വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എണ്ണയാണ് കേട്ടോ. ഈ പാരഷൂട്ട് വെളിച്ചെണ്ണയെക്കാട്ടും നല്ലത് നമ്മളിപ്പോൾ മെല്ലിന്നൊക്കെ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ മേടിക്കുമല്ലോ, അതാണ് നല്ലത്. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു സ്പൂൺ എടുക്കാം. ഞാൻ സ്പൂൺ കണക്കിനാണ് കേട്ടോ ഒഴിക്കുന്നത്, സ്പൂണിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു സ്പൂൺ പാരഷൂട്ട് വെളിച്ചെണ്ണ. ഇനി നാരങ്ങ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. ഒരു നാരങ്ങയുടെ നേർ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പൂൺ വേണ്ട കേട്ടോ, അര സ്പൂൺ മതി. വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി കൂടിയാലും നാരങ്ങയുടെ ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല കേട്ടോ. അര സ്പൂൺ നാരങ്ങ നീര്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇവിടെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ തലയിൽ എത്രത്തോളം ഡാൻഡ്രഫ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്യട്ടെ. കണ്ടോ? ഈ വെള്ള പൊടിയായിട്ട് ഇളകി വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടെന്താ കണ്ടോ? അപ്പോൾ ഇതാണ് ആശ. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ തലമുടിയിൽ എത്രത്തോളം ഡാൻഡ്രഫ് ഉണ്ടെന്ന്. ആ ഡാൻഡ്രഫിനെയൊക്കെ നമുക്കൊന്ന് തുടച്ച് കളയണമെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഓയിലെടുത്ത് നമ്മുടെ തലയോട്ടിയിലായിട്ട് ഇതുപോലെ ഇങ്ങനെ മുടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഞാൻ ചീപ്പ് എടുത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു വകുപ്പ് എടുക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ? ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അല്ലേ? ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. അവിടെ തേച്ചിട്ടുണ്ട്. ഇനി അടുത്ത വകുപ്പ് എടുക്കുക. അടുത്തൊരു വകുപ്പ് എടുക്കും. അങ്ങനെ ഓരോ വകുപ്പായിട്ട് എടുത്തെടുത്ത് നമ്മുടെ തലമുടി ഫുള്ളായിട്ട് നമുക്ക് ഈ ഡാൻഡ്രഫിൻ്റെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇത് ഒരുപാട്
പൈസ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഓയിൽ തേച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കുളിക്കാറുള്ളൂ കേട്ടോ. നമ്മുടെ തലയോട്ടിയിൽ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ഓയിൽ ഫുള്ളായിട്ട് നമ്മുടെ തലയിലെല്ലാം ഫുള്ളായിട്ട് ഇറങ്ങി. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരമണിക്കൂറിന് ശേഷം കുളിക്കുക കേട്ടോ, ഷാമ്പൊക്കെ തേച്ച് കുളിക്കുക. അപ്പം നമുക്കതിന് ശേഷം എത്രത്തോളം മാറ്റമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും ഗൈസ്. ഇതില്ലേ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് തലയോട്ടിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോരോ വകുപ്പുകൾ ഇങ്ങനെ എടുത്തിട്ടാണ്, ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം കുളിച്ചിട്ട് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഇപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളും വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മളിതുപോലെ വീട്ടിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത്. അതായത് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഇതിൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ലെമണാണ്, ചിലരിപ്പം കമൻറ്റ് ചെയ്യുമായിരിക്കും നാരങ്ങയുടെ നീര് പ്രശ്നമല്ലേ നമ്മുടെ തലയ്ക്ക് എന്നൊക്കെ, അതായത് തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല ഗൈസ്, കാരണം വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ്. അതായത് ഒരു നാരങ്ങയുടെ നീര് പകുതി എടുത്തിട്ടുള്ളൂ, 1/2 സ്പൂൺ നാരങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ, നാരങ്ങ നീര് എടുത്തിട്ടുള്ളൂ. പിന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളൂ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് കുളിച്ചിട്ട് വന്ന് നമ്മുടെ തലയിൽ എത്രത്തോളം താരൻ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളാരും ഒരിടത്തും പോവല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അരമണിക്കൂറിന് ശേഷം കാണാം. അപ്പോൾ ഗായ്സ് ഞാൻ എന്താ കുളിച്ചിട്ട് തലമുടിയൊക്കെ നല്ല ഇതിൽ തോർത്തിയിട്ടുണ്ട്. തോർത്തിയതിന് ശേഷം കാണിച്ചു തരാം ഗായ്സ്. അതായത് തലയിൽ എവിടെയെങ്കിലും നിങ്ങൾ ചാർന്നാണെങ്കിൽ പറയാണെങ്കിൽ ഡാൻഡ്രഫ് ബൈ പറഞ്ഞു പോയി. ഒരു ഡ്രഫ് റിമൂവ് ചെയ്യേണ്ട ഈ ഒരു പൊടിക്കായി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ 100% ഞാൻ നീലും ഗ്യാരണ്ടിയാണ് ഗൈസ്. അതായത് ഞങ്ങൾ രണ്ടുപേരുടെയും ഹെയറിൽ അപ്ലൈ ചെയ്തു, പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ആർക്കും, പ്രായമൊന്നൊരു പ്രശ്നമില്ല, ആർക്ക് വേണമെങ്കിലും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് നെക്കേറ്റ് റിമൂവ് ചെയ്ത് കളയേണ്ട ഒരു പൊടിക്കൈയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.